ഹലോ എവരി വൺ. ക്ലാസ് +2 പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ ആഫ്റ്റർ സാറ്റ് ഇവാലുവേഷൻ നടന്നപ്പം അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് +2 കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എവിടെയെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ അവരതിന് ട്യൂഷൻ എടുക്കാം, എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട്. അപ്പം ജെനുവിനായിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം, നമുക്ക് എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ നമുക്ക് ട്യൂഷൻ വെച്ചിട്ട് ആ ലൂപ്പ് ഹോൾ പ്ലഗ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ അതങ്ങനെ നടക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഇവിടെ. സാറ്റിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വെച്ചിട്ട് ഈ കുട്ടീൻ്റെ ഓരോരോ ക്ലാസ്സിലെ പെർഫോമൻസ് ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോരോ സബ്ജക്റ്റുകൾ, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, മാത്സ്, സയൻസ് എന്നുള്ളൊരു കാര്യം. ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം, ക്ലാസ് 8, 9, 10 എന്നുള്ളതിൻ്റെ. ഇതിൻ്റെ ഇവാലുവേഷൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വലിയ ക്ലാസ്സുകളിലെ പ്രശ്നങ്ങൾ എന്ന് കാണുന്നതിൻ്റെ ബേസിലായി ചെയ്യുന്നത് ചെറിയ ക്ലാസ്സുകളിലായിരിക്കും എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാണ്ട് കുറേ ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥം ഉണ്ടാകില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം മാത്തമാറ്റിക്സ് നിങ്ങൾ നോക്ക്. ക്ലാസ് 6 ഹൈ പെർഫോമൻസ് ആയിരുന്നു, അത് 7 കുറച്ചുകൂടെ കുറഞ്ഞു. അത് 8 വീണ്ടും കുറഞ്ഞു, 9 വീണ്ടും കുറഞ്ഞു, 10 ഹൈ ആയിട്ട് കുറഞ്ഞു. അതായത് ഞാനിവിടെ ഗ്രാഫ് കാണിക്കാം. മാത്സ് ഇവിടെ തുടങ്ങി ഇങ്ങനെ വന്നു, ഇങ്ങനെ ഇവിടെ എത്തി. അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിക്ലൈനാണ്. അപ്പോൾ ഈ ഡിക്ലൈൻ തുടങ്ങുന്നത് ക്ലാസ് 7 തൊട്ടാണ് എന്നൊരു കാര്യമുണ്ട്. അപ്പം 7 ഫണ്ടമെൻ്റൽസ് നോക്കാണ്ട്, അല്ലെങ്കിൽ 8, 9, 10 ഫണ്ടമെൻറ്റ്സിൽ മനസ്സിലാകാണ്ട് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കോച്ചിങ് എടുക്കുന്നത് ഒരു നല്ല ഔട്ട്പുട്ട് തരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഈ രണ്ടാമത് ഞാൻ പറയാം. ഇപ്പം സയൻസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ലോ പെർഫോമൻസ് നടക്കുന്ന ക്ലാസ് 9 പക്ഷേ നമുക്കിവിടെ കാണാം 6, 7 സെയിം ലെവലിൽ പെർഫോമൻസ് വന്നു, 8 അത് ഡിക്ലൈൻ ചെയ്തു, 9 ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്തു, 10 ഇമ്പ്രൂവ് ആയി. അപ്പോൾ 10 ഇമ്പ്രൂവ് ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്റ്റുഡൻറ്റും ബാഡ് സ്റ്റുഡൻ്റ് അല്ല, ഒരു ബാഡ് കണ്ടീഷൻസേ ഉണ്ടാകാവുള്ളൂ. അപ്പം 9 നിന്ന് 10 ആ ട്രാൻസ്ഫോർമേഷനിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മുമ്പേ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്താണ് ആ പോസിറ്റീവ് സിംറ്റംസ് എന്ന് നമുക്ക് മനസ്സിലാകും. ചിലപ്പോൾ 10ാം ക്ലാസ്സിൽ വന്നപ്പോൾ കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടാകും, ദാറ്റ്സ് പോസിബിൾ റീസൺ. പക്ഷേ നമുക്കിവിടെ കാണാവുന്ന വേറൊരു ട്രെൻഡ് പറയാം. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, മാത്സ്, സയൻസിലെല്ലാം 8ാം ക്ലാസ്സാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് വന്നിരിക്കുന്നത്. അതായത് 6 കൺസിസ്റ്റൻ്റ് ആയിട്ടെല്ലാം പോസിറ്റീവ് പെർഫോമൻസ് വന്ന ഒരാൾ 7 കുറച്ച് സബ്ജക്റ്റുകൾക്ക് കുറഞ്ഞു, 8 അതെല്ലാത്തിലും കുറഞ്ഞു എന്നൊരു കാര്യമുണ്ട്. 9 ചില സബ്ജക്റ്റുകൾ കൂടി, പക്ഷേ കുറഞ്ഞ സബ്ജക്റ്റുകളുടെ ഇൻറ്റൻസിറ്റി വീണ്ടും കൂടി എന്നൊരു കാര്യമുണ്ട്. 10 അത് വീണ്ടും ചില കാര്യങ്ങൾ പോസിറ്റീവായി. അപ്പം ഇത് നമുക്ക് ഈ ഗ്രാഫിൽ അത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 8ാം ക്ലാസ്സിലെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവെത്തി. 6 നിന്ന് 7 ഓൺ ആൻ ആവറേജ് എല്ലാത്തിനും നമുക്ക് ഒരു ഡിക്ലൈൻ ഉണ്ട്. ഇൻക്രീസ് ഉണ്ടെന്ന് പറഞ്ഞ ചില സബ്ജക്റ്റുകളും സ്ലൈറ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റേ ഉള്ളൂ. 8 അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. 9 സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതിൻ്റെ പെർഫോമൻസ് കൂടി, പക്ഷേ കുറഞ്ഞതിൻ്റെ ഇൻറ്റൻസിറ്റി വീണ്ടും കൂടി എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ, നിങ്ങൾ ട്യൂഷൻ അല്ല എടുക്കേണ്ടത്. ട്യൂഷന് മുമ്പ് സാറ്റിലെ ഒരു അനാലിസിസിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളിൽ ഏതൊക്കെ ക്ലാസ്സുകളിലാണ് നിങ്ങളുടെ പെർഫോമൻസ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുന്നത് എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്നൊരു കാര്യമുണ്ട്. അത് മനസ്സിലാക്കി അത് സോൾവ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വീണ്ടും അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുക. അപ്പം ഓൾവേസ് ചിന്തിക്കുക, ട്യൂഷൻ നിങ്ങൾക്ക് 1 സ്റ്റോപ്പ് സൊല്യൂഷൻ അല്ല. നിങ്ങളുടെ ഫണ്ടമെൻ്റൽസ് പോയി കഴിഞ്ഞാൽ 6 കണക്ക് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ +1 കണക്കിൽ ട്യൂഷൻ എടുക്കുന്നത് കൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ടാകുമെന്ന് തോന്നില്ല. താങ്ക് യു.